എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ്രോയിഡ് 10ന്റെ വിശേഷങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷമാണ് ആൻഡ്രോയിഡിൻ്റെ 9 വന്നത്. അതായത് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലൊക്കെയാണ് ആൻഡ്രോയിഡിൻ്റെ 9, അതായത് ആൻഡ്രോയിഡ് പൈ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പി എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് വെർഷൻ വന്നത്. എന്നാൽ ഈ വർഷം ആൻഡ്രോയിഡിൻ്റെ 10 വരാനായിട്ട് പോവുകയാണ്. അതായത് ആൻഡ്രോയിഡിൻ്റെ ക്യൂ എന്ന് പറയുന്ന പുതിയൊരു വെർഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഓരോ ആൻഡ്രോയിഡ് വെർഷനുകൾ വരുമ്പോഴും അതിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ഈ വർഷത്തെ അല്ലെങ്കിൽ ഇനി വരാനായിട്ട് പോകുന്ന ആൻഡ്രോയിഡ് 10 അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ക്യൂവിലുള്ള പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഏറ്റവും ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു ഫീച്ചർ ആയിരിക്കും. അതായത് നമ്മുടെ ഫോൺ ഇനി മുതൽ ഡാർക്ക് മോഡിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റു പല ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡാർക്ക് മോഡിലോട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില തീമുകളൊക്കെ ഇട്ട് നമ്മൾ ഫോൺ ഡാർക്ക് മോഡിലോട്ടൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ, അതായത് ആൻഡ്രോയിഡ് ക്യൂവിൽ നമുക്ക് ടോട്ടലി നമ്മുടെ ഫോണിനെ ഡാർക്ക് മോഡിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുവഴി ഡാർക്ക് മോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ വരുന്ന വഴി നമുക്ക് ബാറ്ററി കുറേ കൂടി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചർ എല്ലാ യൂസേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഫീച്ചറായിരിക്കും. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പെർമിഷൻ, നമ്മൾ ഓരോ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പം ഒരുപാട് പെർമിഷൻ കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ ഓരോ ഫോണിലെ ഓരോ കാര്യങ്ങൾ അവർക്ക് പെർമിഷൻ കൊടുത്താൽ അവർക്ക് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം അതിനൊക്കെ പെർമിഷനിലൊക്കെ ഒരുപാട് കൺട്രോൾ വരികയാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്ന ആൻഡ്രോയിഡ് വെർഷനിലൊക്കെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ എല്ലാം പെർമിഷൻ കൊടുക്കണമായിരുന്നു. പിന്നീട് നമുക്ക് ഏതെല്ലാം പെർമിഷനാണ് കൊടുത്തതെന്ന് അറിയാൻ പറ്റുന്നൊരു ഫീച്ചർ പിന്നീട് വന്നു. എന്നാൽ ഇപ്പം 10 വരുമ്പം വളരെ മികച്ചൊരു ഫീച്ചറാണ് വരുന്നത്. അതായത് നമുക്ക് റിയൽ ടൈമിൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പം കോൾ റെക്കോർഡിംഗ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ ലൊക്കേഷനാണോ അതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ നമുക്ക് അറിയാനായിട്ടുള്ളൊരു ഫീച്ചറാണ് ആൻഡ്രോയിഡ് 10 കൊടുത്തിരിക്കുന്നത്. അതൊരു വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. അതായത് സെക്യൂരിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൊരു മികച്ച ഫീച്ചറായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ആൻഡ്രോയിഡ് 9 തന്നെ നമുക്ക് കാണാൻ സാധിച്ചു, നമ്മുടെ ക്യാമറ അതുപോലെ തന്നെ മൈക്കിനൊക്കെ ആവശ്യമില്ലാത്ത പെർമിഷൻ കൊടുക്കുന്നത് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ഈ ക്ലിപ്പ് ബോർഡ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വയ്ക്കുന്നതിനുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ ഫുൾ പെർമിഷൻ എടുത്ത് കളയുന്ന ഒരു ഫീച്ചറാണ് ഈ ആൻഡ്രോയിഡ് 10 വരുന്നത്. അതായത് നമ്മുടെ ഒരു ഡേറ്റയും ചോറായിരിക്കും. അതായത് നമ്മൾ പലപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ക്ലിപ്പ് ബോർഡിലാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അതിനെല്ലാം ഒരു ഒരു പ്രത്യേക ലിസ്റ്റിലോട്ട് മാറും. അതായത് RIP അങ്ങനെ ഒരു ലിസ്റ്റിലോട്ട് മാറും. അതായത് ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഒഴിവാക്കും. അതായത് ഇൻബിൽഡ് ആയിട്ട് ആൻഡ്രോയിഡ് തന്നെ, അതായത് ആൻഡ്രോയിഡ് 10 ക്ലിപ്പ് ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ കാണും. അതൊന്നും സേവ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ കാണും. നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരുപാട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നൊരു ഫീച്ചർ മാറ്റും. അത് എനിക്ക് തോന്നുന്നു സുരക്ഷയ്ക്ക് ഒരുപടി നല്ലതായിരിക്കും. അതൊരു ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ സേവ് ചെയ്യുകയും ചെയ്യും. പല ആപ്ലിക്കേഷനും പെർമിഷൻ കിട്ടുമ്പോൾ ഇതെല്ലാം ചോർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. സോ അതിനെല്ലാം ഒരു അവസാനമായിട്ടുണ്ട് ഈ ആൻഡ്രോയിഡ് 10. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറായിരിക്കും. അതായത് നമുക്കറിയാം, ആപ്പിളിൻ്റെ ഫോണിൽ നമുക്ക് ഫേസ് ID ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണുകളിലെല്ലാം ഫേസ് ലോക്ക് ഉണ്ട്, പക്ഷേ ഫേസ് ID പല ഫോണുകളിലും ഇല്ല. അപ്പം ഫേസ് ID സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം ഇനി ആൻഡ്രോയിഡ് 10 ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് ലോക്കും കാര്യങ്ങളെല്ലാം ഒരുപാട് ബെറ്റർ ആക്കാനായിട്ട് ആൻഡ്രോയിഡ് 10 സാധിക്കുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഫീച്ചറാണ്. അതായത് നമ്മൾ പലപ്പോഴും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് 10 അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇൻബിൽഡ് സ്ക്രീൻ റെക്കോർഡിംഗ് സൗകര്യം ഇതിനകത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ വലിയ സാംസങ്ങിൻ്റെ ഒക്കെ വലിയ കൂടിയ ഫോണുകളുള്ള ഫീച്ചറാണ്. നമ്മൾ കമ്പ്യൂട്ടറിനെ ഈസി ആയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ഒരു വലിയ സ്ക്രീനിൽ നമ്മുടെ മൊബൈലിൽ പ്രദർശിപ്പിക്കുന്നുള്ളൊരു ഫീച്ചർ. ആ ഒരു ഫീച്ചർ, അതായത് സാംസങ്ങിൽ ഡെസ്ക്ടോപ്പ് സംതിങ് അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. അത് സാംസങ്ങിൻ്റെ S9 അങ്ങനെ കൂടിയ ഫോണുകളിലാണുള്ളത്. എന്നാൽ ആൻഡ്രോയിഡ് 10 ആ ഒരു ഫീച്ചർ ഇൻബിൽഡായിട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ സാധാരണക്കാർ, അതായത് ആൻഡ്രോയിഡ് 10 ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഫോണിലും ആ ഒരു ഫീച്ചറും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് നമ്മുടെ ഫോണിൽ ഇപ്പോൾ നമുക്ക് നല്ല സ്റ്റോറേജ് ഉണ്ട്, നല്ല ബാറ്ററി ഉണ്ട്, നല്ല റാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ചെറിയ സ്ക്രീനാണ്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് അത് കാണിക്കാനായിട്ട് സാധിക്കും. അതുവഴി ഒരുപാട്
ഫോൺ വെച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നതിന് ആ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നല്ലൊരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പഴയ വെർഷൻ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്, പക്ഷേ അത് ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 10 അങ്ങനെ ഒരു ഫീച്ചർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് മാറി കഴിയുമ്പോൾ നമുക്ക് ആ വെർഷനിലെ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നുള്ള ഒരു ഫീച്ചർ ഈ ഒരു ആൻഡ്രോയിഡ് 10 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം കോൾ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ട്രൂ കോളറിൻ്റെ ഒക്കെ സഹായം ഉപയോഗിച്ചായിരിക്കും കോൾ ബ്ലോക്ക് ചെയ്യുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് 10 വരുമ്പം ഈ ഒരു ഫീച്ചറിൻ്റെ അല്ലെങ്കിൽ ട്രൂ കോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടാത്ത സ്പാം കോളുകളെല്ലാം നമുക്ക് ഫോണിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുള്ളൊരു ഫീച്ചർ ആൻഡ്രോയിഡ് 10 വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആൻഡ്രോയിഡ് 10 വരാനായിട്ട് പോകുന്ന ഒരു ഫീച്ചർ. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ പറയാനായിട്ട് വിട്ടുപോയി. ഇനിയിപ്പോൾ ആൻഡ്രോയിഡ് 10 ഉപയോഗിക്കേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, എല്ലാ ഫോണിലും ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതിൻ്റെ അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ആണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ ദിവസവും വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് ആൻഡ്രോയിഡ് 10 വരാനായിട്ട് പോകുന്ന ഫീച്ചർ. അപ്പം എന്തായിരിക്കും ആൻഡ്രോയിഡ് 10 പേരെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂ വെച്ചുള്ളൊരു പേരായിരിക്കും. സാധാരണയായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആ ഒരു ടൈപ്പ് പേരുകളാണ് എപ്പോഴും ആൻഡ്രോയിഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണത്തെ പേരെന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ക്യൂവിലായിരിക്കും തുടങ്ങുന്നത്, ക്വാഡ്സ് ആയിരിക്കും എന്നൊക്കെ കുറേ റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രൂട്ടും പോട്ടെ ഐസ്ക്രീം കേക്ക് അതൊക്കെ മാറ്റിയിട്ട് ക്വാഡ്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ ആ ഒരു സെറ്റപ്പിലോട്ട് മാറുമെന്നൊക്കെ റൂമറുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഏത് പേരായിരിക്കും വരുന്നത് എന്നുള്ള നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പെഷ്യൽ ഫീച്ചർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ഗൈസ്.